ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറേ ലവലോലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒന്ന് അച്ചാറിടാവേ. ഞാൻ വേണ്ടി ലവലോലിക്ക എല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് വാട്ടാൻ വെക്കാതെ ഉപ്പൊക്കെ ഇട്ട്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ചരുവത്തി വെള്ളം എടുത്ത് ലവലോലിക്ക വാട്ടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വാടി വരികയാകാവുള്ളേ. ഇത് ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു കുടവാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇടാം. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാവേ. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊപ്പം വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം കേട്ടോ. ഇനി ഇങ്ങനെയാണെങ്കിലും കാന്താരി എല്ലാം കൂടെ കീറിയിട്ട് നല്ലതാണ് ഉപ്പിലിട്ടെടുക്കാം, കഞ്ഞിയൊക്കെ കുടിക്കാൻ. അതുപോലെ തന്നെ ഈ ഉപ്പിലിട്ട് തീന്നെടുത്ത് ഈ ലവലോലിക്ക ഉടച്ച് മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല സൂപ്പറായിട്ടോ. അപ്പം നമുക്കിത് അച്ചാറിടാൻ മാത്രമേ ഉള്ളൂ. പിള്ളേർക്ക് അവധിയൊക്കെ അല്ലേ, അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് മൊത്തം അച്ചാറിടുക. അപ്പോൾ അടുപ്പ് കത്തിച്ച് ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കാവേ. ഞാനപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. ഇനി നല്ലെണ്ണയിൽ ആ അച്ചാറിടുന്നെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാവേ. ഇതിന് ചൂടായിട്ട് വന്നിട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലൂടെ തന്നെ കറിവേപ്പില. ഞാനിവിടെ കായപ്പൊടിക്ക് പകരം കായമാണ് ചേർക്കുന്നത്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടിയാണ് മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാതെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാതെ. ഇത് പിരിയമുളക് പൊടിയാണേ. ഞാനിപ്പോൾ ഈ സ്പൂണിന് 4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ലവലോലിക്ക ഇട്ട് കൊടുക്കാവേ. എനിക്ക് ചെറിയൊരബദ്ധം പറ്റി കേട്ടോ. ഇത് ഞാൻ വാട്ടാൻ വെച്ചപ്പോൾ ഒരാൾ വന്നു, അങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് ലവലോലിക്ക വെന്തുപോയി. അപ്പം നിങ്ങളെല്ലാം അത് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് അബദ്ധം പറ്റി. ഇത് പല പഴുപ്പായിരുന്നു. നല്ലതായിട്ട് പഴുത്തതും ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലതായിട്ട് പഴുത്തതൊക്കെ വെന്തുപോയി. ഇനി നമ്മൾ ഇത് വാട്ടിയ വെള്ളം ഉണ്ടല്ലോ, അതിലൊരിച്ചിരി അരപ്പിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം നമ്മൾ വാട്ടിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തതായിരുന്നു, പക്ഷെ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതൊരിച്ചിരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ലവലോലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലവലോലിക്കാന്നും ലവലോലിക്കാന്നും ലൂബിക്കാന്നും ഒക്കെ പറയും കേട്ടോ ഇതിന്. നമ്മളിവിടെ ലവലോലിക്ക അല്ലെ ലോലോലിക്ക. പണ്ടൊക്കെ ലോലോലിക്ക എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് ലവലോലിക്കയായി കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആയതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. ഇതിനാവശ്യത്തിനുള്ള പുളി ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നൊരു അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.